ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. വയോജന വനിതാക്ഷേമം, കാർഷിക മേഖല എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച എറണാകുളം ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. വയോജനങ്ങൾക്കായി ജെറിയാട്രിക് ക്ലിനിക്കുകളും വയോ പാർക്കുകളും കെയർ ഹോമുകളും ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രീമിയം ഹോട്ടൽ, പ്രിറ്റി ലാസ്റ്റ്, സ്ത്രീകൾക്ക് മാത്രമായി ആരംഭിക്കുന്ന ഷീഫിറ്റ് ഫിറ്റ്നസ് സെന്ററുകൾ, മത്സ്യഗന്ധി, ആരോഗ്യലക്ഷ്മി തുടങ്ങിയ നൂതന പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. 149 കോടി 81 ലക്ഷം രൂപ ആകെ വരവും 148 കോടി 35 ലക്ഷം രൂപ ചെലവും 1 കോടി 45 ലക്ഷം രൂപ നീക്കിവെപ്പുമുള്ള ബജറ്റാണ് ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലുമുള്ള ഗവൺമെന്റ് ആശുപത്രികളോട് ചേർന്ന് ജെറിയാട്രിക് ക്ലിനിക് ആരംഭിക്കുന്നതിന് 50 ലക്ഷം രൂപയും ആലുവ ജില്ലാ ആശുപത്രിയിൽ പണി പൂർത്തിയായ ജെറിയാട്രിക് സെന്ററിന്റെയും വാർഡിന്റെയും പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വയോ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് 1 കോടി 35 ലക്ഷം രൂപയും മുതിർന്ന പൗരന്മാർക്കായി കലാകായിക മത്സരങ്ങളും വയോ സംഗമങ്ങളും സംഘടിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ പുതുവൈപ്പിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് ആധുനിക മൃഗശ്മശാനം സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും വന്യജീവികൾ നാട്ടിലിറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നതിന് സെൻസറുകളും ക്യാമറകളും മറ്റും സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ കൃഷിയിൽ താൽപര്യമുള്ള വയോജനങ്ങൾക്ക് സ്വന്തമായോ പാട്ടത്തിനോ കൃഷി ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ ജില്ലാ പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി ആരംഭിക്കുന്ന കർമ്മകാണ്ഡം, ഒറ്റപ്പെട്ടുപോയ മുതിർന്ന പൗരന്മാർക്ക് താമസവും പരിചരണവും നൽകുന്നതിനായി ആരംഭിക്കുന്ന കെയർ ഹോം എന്നിവയ്ക്കായി 10 ലക്ഷം രൂപ വീതവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വൈപ്പിൻകര നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായ ഗോശ്രീ ബസ്സുകളുടെ കൊച്ചി നഗരപ്രവേശനത്തിന് തുടക്കമായി. നഗരപ്രവേശനം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യഘട്ടത്തിൽ 10 KSRTC ബസ്സുകൾക്കും 4 പ്രൈവറ്റ് ബസ്സുകൾക്കുമാണ് നഗരത്തിലേക്ക് പ്രവേശനാനുമതി ലഭിച്ചത്. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഗോശ്രീ ദ്വീപ് നിവാസികൾക്ക് നേരിട്ടുള്ള ഗതാഗത സൗകര്യമാണ് ഇതിലൂടെ ലഭ്യമായത്. ഇതിന്റെ ഭാഗമായി കളമശ്ശേരി മെഡിക്കൽ കോളേജ്, വൈറ്റില, കാക്കനാട്, ഫോർട്ട് കൊച്ചി, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്കാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇത് വിജയകരമെന്ന് കണ്ടാൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏഴാറ്റുമുഖത്ത് സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണം ആരംഭിച്ചു. സെൻട്രൽ സർക്കിളിന് കീഴിൽ വരുന്ന വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണത്തിനായി 13.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ അതിരപ്പള്ളി റേഞ്ചിന് കീഴിൽ വരുന്ന കറുകുറ്റി, മൂക്കന്നൂർ, അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ ഏഴാറ്റുമുഖം, ഒലിവേലിച്ചിറ, അയ്യമ്പുഴ, PCK എന്നീ പ്രദേശങ്ങളിലെ 60 കിലോമീറ്ററോളം തൂക്കുവേലിയുടെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നബാർഡിന്റെ ധനസഹായത്തോടെ 7 കോടി 47 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററുകൾ എറണാകുളം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലെ 9 സെന്ററുകളുടെ ഉദ്ഘാടനം വിവിധ കേന്ദ്രങ്ങളിൽ MLAമാർ, ജില്ലാ കളക്ടർ, നഗരസഭാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ നിർവഹിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇരകളായവർക്ക് അടിയന്തര മാനസിക പിന്തുണയും നിയമാവബോധവും നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാനെത്തുന്നവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുക എന്നതാണ് സെന്ററുകളുടെ മുഖ്യ ലക്ഷ്യം. കുടുംബശ്രീ ജെൻഡർ ടീം അംഗങ്ങളായ കമ്മ്യൂണിറ്റി കൗൺസിലർമാരാണ് സേവനം നൽകുന്നത്. തീവ്രമായ മാനസിക സമ്മർദ്ദം നേരിടുന്നവർക്കായി റഫറൽ സംവിധാനം വഴിയുള്ള വിദഗ്ധ ചികിത്സയും സെന്ററുകളിൽ ലഭ്യമാക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.